എൻ്റെ പേര് സുനിതമ്മ ജോൺ. ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട്. ഞാൻ 2018 നാട്ടിൽ ലീവിന് വന്നപ്പം എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. ആ കൃപാസനം പത്രത്തിനകത്ത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിനെ കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇവിടുന്ന് തിരിച്ച് ലീവ് കഴിഞ്ഞ് ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അടുത്ത ജോലി എനിക്ക് കിട്ടുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായിട്ടുള്ളൊരു പേഷ്യൻ്റെയാണ്. അതാരും പറയാതെയാണ് എനിക്ക് ആ പേഷ്യൻറ്റിനെ തരുന്നത്. പേഷ്യൻ്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ലിവർ സിറോസിസ് ആണല്ലോ, ഇതിനിയും ജോണ്ടിസ് വല്ലതും ഉണ്ടോ എന്ന് കരുതി അവരുടെ റെക്കോർഡ് ചെക്ക് ചെയ്തപ്പം ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള രോഗമാണ്. അപ്പം ഞാൻ ഏജൻസിയോട് പറഞ്ഞു, ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആണ്, എനിക്ക് കെയർ ഏറ്റെടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഈ ജോലി വിടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി കുഴപ്പമില്ല, ജോലി വിട്ടോ, വേറെ ആൾ വരുന്നത് വരെ നിൽക്കണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ രാവിലെ വേറെ ആളെ അവർ അപ്പോയിൻറ്റ് ചെയ്തു. ഞാൻ പെട്ടെന്ന് പോരുന്നു. പക്ഷേ ഏജൻസിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് താല്പര്യമില്ലായിരുന്നു. ഏജൻസി എനിക്ക് വേറെ ജോലിയാണ് തരുന്നത്. അപ്പം ഞാൻ ഏജൻസിയുടെ വാതുക്കൽ ഇരിക്കുമ്പം എൻ്റെ മനസ്സിനകത്ത് തോന്നുകയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എന്നുള്ള ഒരു ചിന്ത. അപ്പം എനിക്ക് തോന്നി ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ, നെറ്റിനകത്ത് ഉടനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടി ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ കൃപാസനത്തിലേതാണെന്ന്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിന് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്ന് എഴുതി ഇങ്ങോട്ട് അയച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുക വേറൊരു ഏജൻസിയിലേക്ക് നീ പോവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് ഇസ്രായേലിൽ ആണല്ലോ, ഞാൻ വാഗ്ദാന പേടകം പോയ നാട്ടിൽ കൂടിയാണ് ഞാൻ ഈ ജോലിക്ക് നടക്കുന്നത്. അതായത് ആഷ്ദോദിൽ നിന്നാണ് ഞാൻ ജോലി ഉപേക്ഷിച്ചിറങ്ങുന്നത്. ആഷ്ദോദിൽ നിന്ന് വന്ന് ഗാത്തി വന്നപ്പോഴാണ് എനിക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള പേഷ്യനെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഈ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എന്നുള്ള ഈ ഒരു തോന്നൽ വരികയും ഞാനതിടുകയും അടുത്ത ഏജൻസിയിലേക്ക് പോവുക എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് തോന്നുക. അങ്ങനെ ഞാൻ അടുത്ത ഏജൻസി ചെന്നപ്പം ഈ ബെത്ഷമേഷ് അടുത്തുള്ള ഒരു സ്ഥലത്ത് എനിക്ക് നല്ലൊരു ഗവൺമെൻറ് സെക്ടറിൽ തന്നെയുള്ള നല്ലൊരു ജോലി എനിക്ക് കിട്ടി. ഇപ്പം 5 വർഷത്തോളമായിട്ട് ഞാൻ അവിടെ തന്നെ ജോലി ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മാതാവിൻ്റെ പ്രത്യേക കൃപയാലും ഞാൻ അവിടെ ജോലി ചെയ്തു പോകുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ 2019 ലീവിന് വന്നപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് 2018 ലീവിന് വന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് യൂട്രസിൽ 2 ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ തിരിച്ചു പോകുമായിരുന്നു. ഈ ജോലിയും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല അവിടെ വന്ന്, നീ ഒന്ന് പോയി എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാവോ. മോൻ +2 പഠിക്കുകയായിരുന്നെന്ന്. അവൻ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, അതിൻ്റെ എല്ലാ ഇതും എനിക്ക് അയച്ചു തരികയെല്ലാം ചെയ്തു. അങ്ങനെ ആ ഉടമ്പടി പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് 90 ദിവസമായപ്പോഴേക്കും എനിക്ക് എൻ്റെ ട്രൈഗ്ലിസറൈഡാണ്, അതായത് 2019 ജനുവരി 20 അവൻ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് 2019 മെയ് മാസമായപ്പോഴത്തേക്കും എനിക്ക് ഈ യൂട്രസിലുള്ള ഫൈബ്രോയിഡിന് മാറ്റമുണ്ട്. പക്ഷേ ട്രൈഗ്ലിസറൈഡിൻ്റെ അസുഖമാണ്, കൊളസ്ട്രോളിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡിൻ്റെ അസുഖമാണ് എന്ന് കണ്ടുപിടിക്കുകയും അതിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫൈബ്രോയിഡ് പൂർണ്ണമായിട്ട് നീങ്ങി. പിന്നെ ട്രൈഗ്ലിസറൈഡിനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതിനുശേഷം 2021 നവംബർ മാസത്തിൽ ഞാൻ നാട്ടിൽ വന്നു. ഡിസംബർ 22 ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത 6 നിയോഗങ്ങൾ ഞാനിവിടെ വെച്ചു. അക്കൂട്ടത്തിൽ എൻ്റെ രോഗാവസ്ഥയുടെ കാര്യവും വെച്ചിരുന്നു. ട്രൈഗ്ലിസറൈഡ് എന്ന് വെച്ചാൽ നോർമൽ 150 പക്ഷേ എനിക്കുള്ളത് 562 ഹൈ റിസ്ക് ഇതിലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർമാർ മരുന്ന് മുടങ്ങരുത്, ഒരു ജ്യൂസുകളൊന്നും കുടിക്കരുത്, അരിയാഹാരം കഴിക്കരുത് എന്നൊക്കെ കർശന നിർദ്ദേശം തന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 90ാമത്തെ ദിവസമായപ്പോഴേക്കും അച്ഛൻ്റെ ടോക്കിനകത്ത്, അതായത് മാർച്ച് 22 ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിനകത്ത് അച്ഛൻ തന്നെ പറയുകയാണ്,
ഒരു രോഗി ഷോൾഡർ പെയിനും അതായത് നെക്കിനും കൂടെ വേദനയായിട്ട് നല്ലപോലെ വേദന അനുഭവിച്ചുകൊണ്ട് ഒരാൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് ഈ സമയത്ത് അവരെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് എന്ന്. അത് ഞാൻ തന്നെ, എനിക്ക് പെട്ടെന്നൊരു ഞൊട്ട പോലെ എനിക്ക് അവിടുന്ന് കേട്ടു. ഇന്നീ നിമിഷം വരെ ആ ഒരു അസ്വസ്ഥത, എനിക്ക് ഈ കൈ പൊക്കാൻ വയ്യാത്ത അവസ്ഥയോ യാതൊരു അസ്വസ്ഥതകളും എനിക്കില്ല. ഞാൻ നല്ല സുഖമായിട്ട് ജോലി ചെയ്ത് മുമ്പോട്ട് നീങ്ങുന്നു. പിന്നീട് കൊറോണ സമയത്താണ്, പിന്നീടുള്ള സമയങ്ങൾ കൊറോണയുടെ ഇതാണ്. ആ കൊറോണ സമയത്താണ് എനിക്ക് 2019 തന്നെ കൊറോണ സമയത്ത് മോൻ ഉടമ്പടി എടുത്തതിന് ശേഷം കാരുണ്യപ്രവൃത്തി എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴാണ് എന്നോടൊരാൾ ചോദിച്ചു, ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരമ്മൂമ്മയാണ്, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, നീ എന്നെ ഒന്ന് വന്ന് സഹായിക്കാവോ, എന്നെ ഒന്ന് കുളിപ്പിക്കാവോ, അമ്മച്ചിക്ക് 130 കിലോ വെയിറ്റ് ഉണ്ട്, ആരും പോവുകയോ നോക്കുകയോ ചെയ്യത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് നോക്കാം, താഴെ വീഴാതിരുന്നാൽ മതി, താഴെ വീണാൽ എനിക്ക് പൊക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്ത് തരാം, എന്നതെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ ആൾക്കാരെ നീ വിളിക്കുക, എൻ്റെ മക്കളെയോ ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ സഹായിക്കാൻ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ എംപ്ലോയറിൻ്റെ മോൾ എന്നെ വിളിച്ചേച്ച് പറയുന്നു, അവർക്ക് കൊറോണ ആയിരുന്നു, ഇപ്പോൾ ഹെൽത്ത് സെക്ടറിൽ നിന്ന് ഇത് വന്നു, നീ വാക്സിനേഷൻ എടുത്തതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 3 വാക്സിനേഷനും എടുത്തതാണ്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, ആരോടും പറയണ്ട നീ അവിടെ പോയെന്ന്, മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് അവിടെ കിട്ടി, ആരോടും പറയണ്ട അവിടെ പോയെന്ന്, കൊറോണ ആണോ എന്നുള്ളത് 2 ദിവസം കഴിയത്തിനുള്ളിൽ നീയും ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ കാർഡ് വെച്ച് ചെക്ക് ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല, കൊറോണ നെഗറ്റീവായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും കിട്ടി. പിന്നീട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു മോൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട്, യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ട്, അതുപോലെ രണ്ടാമത്തെ മോൻ്റെ +1 അഡ്മിഷന് വേണ്ടിയിട്ടും. അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടും 2 വർഷമായിട്ട് ഞാൻ ഈ തഹസീൽദാരുടെ ഓഫീസിലും ഒക്കെ കയറി ചെല്ലുന്നുണ്ട്, ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച്. പക്ഷെ അന്നൊക്കെ അത് കിട്ടാൻ സാധ്യതയില്ല, അതിനുള്ള സാധ്യത നിങ്ങൾക്ക് കുറവാണ് എന്ന് പറഞ്ഞ് മടക്കിയൊക്കെയായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസറുടെ അരികെ ചെന്ന് പറയാതെ തന്നെ അക്ഷയയിൽ ചെന്നിട്ട് ഞാൻ ഇന്നതുപോലൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം, ഈ അക്ഷയ സെൻറ്ററിൻ്റെ വാതുക്ക നിന്നുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് നോ കറക്ഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ മാതാവേ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാൻ അക്ഷയ സെൻറ്ററിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് ഞാൻ അക്ഷയ സെൻറ്ററിലെ ആ പുള്ളിയോട് ചോദിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അതിനെന്താ ചേച്ചി ഇവിടെ നിൽക്കെ, ഞാൻ വില്ലേജ് ഓഫീസറുമായിട്ടൊന്ന് ഫോണിൽ സംസാരിക്കുക, എനിക്ക് പരിചയമുള്ള ആളാണ്, ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, ഇതിനകത്ത് സാധ്യതകളേറെയുണ്ട്, ബ്ലഡ് റിലേഷനിലുള്ളവരെല്ലാം കാത്തലിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. വിതിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടി. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോന് കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടി. അല്പം ഉത്കണ്ഠയും വിഷമവും ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. പഠിക്കും എങ്കിലും ഞാൻ എഴുതുന്നത് ശരിയാകുമോ എന്ന് പറഞ്ഞ് ഭയങ്കര ഉത്കണ്ഠയായിരുന്നു. പക്ഷേ A+ കിട്ടി, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നടന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു.